ഹായ് ഗൈസ്, അപ്പോൾ ഇന്നെൻ്റെ അമ്മ ഉണ്ടാക്കിയ അടിപൊളി ഒരു പാസ്തേൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ പറയുന്നത് നല്ല അടിപൊളി ചിക്കൻ പാസ്ത. അപ്പം ഇത് വെജിലും ഉണ്ടാക്കിയ വീഡിയോ അമ്മ ഇട്ടിട്ടുണ്ട്, ആ ഒന്ന് കയറി കാണാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്ത തന്നെയാണിത്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് സ്കൂളൊക്കെ വിട്ട് വന്നാലും ഈവനിങ് ടൈം ആയാലും അതിന് സ്നാക്സ് ആയിട്ടൊക്കെ കഴിയാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി പാസ്തയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, മോള് പറഞ്ഞ പോലെ അടിപൊളി പാസ്തയാണ്. നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് പാസ്തയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം ഒന്ന് ചൂടാകുമ്പോഴേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കണം. അതിന് മുന്നായിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ആ വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പാസ്ത കടയിൽ നിന്ന് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ പാസ്ത മേടിക്കാം. അപ്പോൾ ഞാൻ ഈ ഷേപ്പിലുള്ള പാസ്തയാണ് കേട്ടോ വാങ്ങിച്ച് വെച്ചത്. ഇതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് പാസ്തയാണ് ഇവിടെ എടുത്തത്. ഈ വെള്ളത്തിലേക്ക് 1.5 കപ്പ് പാസ്ത ഞാനിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് വേവുന്നതിന് മുന്നേ കുറച്ച് ഞാൻ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. പിന്നെ മെയിനായിട്ട് ഇതിൽ വേണ്ടത് ചിക്കനാണ്. ചിക്കൻ പാസ്തയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ എന്തായാലും വേണം. അപ്പോൾ ചിക്കൻ 3 ലെഗ് പീസ് എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് പാസ്ത വേവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ചിക്കനും കൂടി വെന്ത് വരണം. ആവശ്യത്തിന് നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഞാൻ തുറന്ന് നോക്കി, ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ, എന്നിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടില്ല. അപ്പോൾ പാസ്ത വേവുന്ന അത്ര മതി ചിക്കൻ വേവാൻ. അപ്പോൾ രണ്ടാമതൊന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് രണ്ടാമതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പാസ്ത വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ അറിയാം പാസ്ത വെന്തോന്ന്. അപ്പോൾ ഞാൻ രണ്ടാമതൊന്ന് നോക്കി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ലെഗ് പീസ് ഒന്ന് മറിച്ചിട്ട് പാസ്ത ഒന്ന് നോക്കിയപ്പോൾ പിന്നെയും വെന്തിട്ടില്ല. അപ്പോൾ 2 പ്രാവശ്യം ഞാൻ അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നിങ്ങൾ അടച്ച് വെക്കാൻ നോക്കണം. അപ്പം ഇപ്പം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ പാസ്ത. ഇനി ആ പാസ്ത എല്ലാം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാൻ പോവുകയാണ്. ഈ പാസ്തയിലെ വെള്ളം മുഴുവൻ വറ്റിയിട്ട് നല്ലോണം ചിക്കൻ വെന്തിട്ടുമുണ്ട്, പാസ്തയും നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ പാസ്ത കുറച്ച് വേവുള്ളതായത് കാരണം ചിക്കനും നമ്മൾ എടുത്ത് വെച്ച ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി മതി കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി വേവിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ 2 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന്. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കണം എന്നില്ല, ചതുക്കിയാലും മതി. അത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി 1 സ്പൂണോളം ഞാൻ അതിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് കോഴിമുട്ടയിൽ കിടന്നിട്ട് ഒന്ന് ഇതുപോലെ 2 ഇളക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടത് കുറച്ച് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു തക്കാളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു വലിയൊരു ക്യാരറ്റ് നല്ല നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ ഒരു ഭംഗിക്കാണ് ഞാൻ നീളത്തിൽ അരിഞ്ഞത്, അതും ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ആ ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുത്ത് കുറച്ച് ബീൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇടാം. ഇനി വെജിറ്റബിൾസ് ഒന്നുമില്ലെങ്കിൽ ചിക്കൻ മെയിനായിട്ട് ഇടണം, അത് മാത്രം മതി. പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. 2 3 പച്ചമുളകൊക്കെ എടുക്കാം കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ 3 പച്ചമുളക് എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ കോഴിമുട്ടയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണേ. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത്, അതിൻ്റെ മുന്നേ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എരിവിനനുസരിച്ച് കുരുമുളക് പൊടി, ഉപ്പ് നേരത്തെ ഇട്ടതാണെങ്കിലും കോഴിമുട്ടയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും കൂടി ഉപ്പ് നന്നായിട്ട് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഉപ്പ് കുറച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ടൊമാറ്റോ സോസാണ്, കുറച്ച് ടൊമാറ്റോ സോസ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും 1/2 ടേബിൾ സ്പൂണോളം സോയാ സോസും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി അതൊന്ന് ഇളക്കിയിട്ട് ഇതെല്ലാം ഇതിൽ ഈ ചിക്കനിൽ ഇതെല്ലാം ഇതാക്കിയിട്ട്, അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ വെന്തിട്ടുണ്ട് ചിക്കൻ. ഇനി ഇതിൽ നന്നായിട്ട് ചിക്കൻ ഒന്നും കൂടി വേവിക്കാൻ വെക്കാം.
നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് നല്ല മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതെല്ലാം വേവിക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് വെന്ത് എല്ലാ മസാലയും കൂടി കൂടിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. കണ്ടോ, ഇതൊന്നും കൂടി ഇളക്കുക. പിന്നെ ഒരു 1/2 സ്പൂണ് ചിക്കൻ മസാലപ്പൊടിയാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഒരു 1-1.5 സ്പൂണോളം ഇടാം കേട്ടോ. എരിവ് കുറവാണ് ഞാനിവിടെ ഇടുന്നത്. പിന്നെ ലാസ്റ്റാണ് ഞാൻ സവോള ഇടുന്നത്. സവോള കട്ട് ചെയ്തിട്ട് ഒരു സവോള ഞാൻ ഇടുന്നുണ്ട് ലാസ്റ്റ്. പിന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. സവോള ലാസ്റ്റ് ഇട്ടാൽ മതി. ആദ്യം ഇട്ട് കഴിഞ്ഞാൽ സവോള ഒരുപാട് വഴറ്റാൻ പാടില്ല. അതുകൊണ്ടാണ് അവസാനം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ എടുത്ത് വെച്ച നമ്മളെ പാസ്ത നമ്മൾ വേവിച്ചിട്ടില്ലേ, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമതും ഞാൻ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവ് കുറവാണ്. കുരുമുളക് പൊടി ഞാൻ അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് എരിവ് കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒന്നും കൂടി അടച്ചു വെച്ച് ഒന്നും കൂടി ഇളക്കി. അപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വേവിനനുസരിച്ച് നിങ്ങളൊന്ന് ഇളക്കിയിട്ട് റെഡിയാക്കിയാൽ മതി. പിന്നെ പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത്ര പണിയൊന്നുമില്ല. വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് തന്നെ ചിക്കൻ ഇടണം, എന്നാലേ ചിക്കൻ അതിലൊക്കെ കിടന്ന് നല്ല ടേസ്റ്റ് ആവുള്ളൂ. പിന്നെ പാസ്ത ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മതി കേട്ടോ. ക്യാപ്സിക്കം കൂടി ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് ആ മസാലയൊക്കെ പാസ്തയിലേക്ക് നന്നായിട്ടൊന്ന് ചേരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പാസ്തയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ചും കൂടി ടൊമാറ്റോ സോസാണ്. ആദ്യം കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ സോസാണ് കേട്ടോ അതിൽ ഏറ്റവും ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പം മാക്സിമം ടൊമാറ്റോ സോസ് ഒഴിക്കാൻ നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലൊരു ചെറിയൊരു മധുരവും ഒക്കെ ഉണ്ടാവും. ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തതുപോലെ അങ്ങനെ കണ്ട ഇതുപോലെ മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ നമ്മളൊന്ന് ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാ മസാലയും ഈ പാസ്തയിൽ പിടിച്ചിട്ടുണ്ടാവും. സൂപ്പർ ടേസ്റ്റ് ഉള്ളതാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. വൈകുന്നേരം നമുക്ക് ചായക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇവിടെ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി സോസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ സോസ് കുറവ് വേണ്ടൊരു കുറവിടാം. സോസ് കൂടുതൽ ഇട്ടാലാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ കുറച്ച് അതിൻ്റെ മുകളിൽ മല്ലിയിലയും കൂടി ഇട്ടാൽ നമ്മളെ സൂപ്പർ ടേസ്റ്റി ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ. അപ്പോൾ നിങ്ങളെല്ലാവരും പാസ്ത കയ്യിലുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. പാസ്ത പല വെറൈറ്റി ഉണ്ടാക്കുക. അപ്പോൾ ഞാനത് മധുരമുള്ളതും ഉണ്ടാക്കിയിട്ടുണ്ട്, എൻ്റെ വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കയറി കാണുക. അടിപൊളിയായിട്ട് ഈ പാസ്തയൊക്കെ ഉണ്ടാക്കുക. കുട്ടികൾ മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റായ പാസ്ത എന്തായാലും ഉണ്ടാക്കി നോക്കണം. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ട് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി എല്ലാവരും എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.